ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ പോകുന്നത് സെൻട്രൽ സ്ക്വയർ മോളിലേക്കാണേ. രാവിലെ ആയപ്പോൾ തന്നെ സൂര്യ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അതായത് കൊക്കോമെലോൺ ഇല്ലേ, നമ്മുടെ കാർട്ടൂണിൽ ഭയങ്കര ഫേമസ് ആ കുട്ടികളുള്ള വീട്ടിലെല്ലാവരും എന്താണെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഷോ ആണ്. അപ്പോൾ സൂര്യ അൻവി ഇന്ന് മാച്ച് ആണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ കൊക്കോമെലോൺ ഷോ കാണാനാണ്. പക്ഷെ അവിടെ അത് തുടങ്ങാനായിട്ട് വളരെയധികം ലേറ്റായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെയുള്ളവരോട് ചോദിച്ചു എപ്പോൾ തുടങ്ങും എന്ന്. അവരൊരു 4:30 എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെയും ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾ അക്ഷമരായി തുടങ്ങി. അവരെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ദേ ഈ ഒരു ബസ്സിലോട്ട് കയറ്റി വിട്ടത്. പക്ഷേ ശിവുവിന് അപ്പോഴും ദേഷ്യമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മേളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. 1 മണിക്കൂറായിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ കാവൽ നിൽക്കുന്ന കാരണം ഞങ്ങളെ കണ്ട് സഹതാപം തോന്നിയിട്ട് അവിടെയുള്ളവരെല്ലാവരും കൂടി ഈ കുട്ടികളെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി തുടങ്ങി. ഒരു 10-15 പേരെയാണ് ആദ്യത്തെ റൗണ്ടിൽ കയറ്റി വിട്ടത്. ഈ ഒരു പ്ലേ ഏരിയയ്ക്കുള്ളിൽ കുറേ സെക്ഷനായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഒരു ടേബിളും കുറേ ചെയറും ഇട്ടിട്ടുണ്ട് ഇതുപോലെ. ഇവിടെ DIY പോലെ കുട്ടികളുടെ പേര് എഴുതി തരുന്നതാണ് ഫസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ശിവുവിൻ്റെ ആണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലവ് ഷേപ്പിൽ ശിവുവിൻ്റെ പേര് എഴുതി പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. വെറുതെ ഒരു രസത്തിന് കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോരോ പരിപാടികളാണ്. അപ്പോൾ ശിവുവിന് കിട്ടിയ സംഭവം ഞാൻ കാണിച്ചു തരാം. ദേ ഈ ഒരു സംഭവമാണ് ശിവുവിന് കിട്ടിയത്. അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും, വലിയ കാര്യമൊന്നുമില്ല എന്നാലും. പിന്നെയുള്ളത് ഈ ബ്ലോക്കിൻ്റെ ഒരു സെക്ഷനാണ്. ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ബ്ലോക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. We have dance, music, art and craft, and lots of surprises waiting for you. So come on kids, come on families, let's join together and make this unforgettable Cocomelon Day here at Central Square Mall. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ടുള്ള കുറച്ച് പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈക്കിലൂടെ. അപ്പം കൊക്കോമെലോണിലെ ക്യാരക്ടേഴ്സ് ഉടനെ തന്നെ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊക്കോമെലോണിലെ പാട്ട് ഇട്ടതാണ്. പാട്ടിട്ടിട്ട് അവിടെ അവർ കളിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് അറിയാത്തൊന്നും അല്ലല്ലോ, എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിലെ സ്റ്റെപ്പൊക്കെ കാണാപ്പാടമാണ്. പ്രത്യേകിച്ച് അൻവിക്ക് കഴിഞ്ഞ ദിവസം ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ആക്ഷൻ സോങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കൊക്കോമെലോണിലെ പാട്ട് തന്നെയാണ് ആക്ഷൻ സോങ് ആയിട്ട് സൂര്യ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അൻവി പൂർവാധികം ശക്തിയായിട്ട് 100% കോൺഫിഡൻസിലാണ് ഈ ഒരു പാട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് നിങ്ങൾക്കും അറിയാമായിരിക്കും, വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. അതിൻ്റെ ഡാൻസാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അൻവിയും ശിവവും കൂടി കയറിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. ഡാൻസ് ഫ്ലോറിൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ഓരോ സെക്ഷനിലേക്ക് പോയിട്ടിരുന്നു. ഇവിടെ ഒരു കളറിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ ഇരുന്നിട്ട് ദേ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരെ പൊടി പിള്ളേരെ അവർ തന്നെ കൈ പിടിച്ച് ഇങ്ങനെ കളറൊക്കെ ചെയ്യിക്കും. അടുത്തതായിട്ട് ഇവർ പോയത് ഒരു സയൻസ് ലാബിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു പ്രതീതിയിലാണ് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഡ്രൈ ഐസ് ഇട്ടത്. ഇത് നമ്മളെല്ലാവരും നമ്മുടെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹോട്ട് വാട്ടറിൻ്റെ അകത്ത് ഡ്രൈ ഐസ് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു ഫോഗ് വരും. അത് തണുത്തിരിക്കും. ആ ഒരു പുക എന്ന് പറയുന്നത് തണുത്തിരിക്കും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ കുട്ടികൾക്ക് അതൊക്കെ പുതുമയാണല്ലോ. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതെങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ഇന്നും നോക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇത് മാത്രമാണ് അവിടെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ. കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയും പിന്നെ ഈ ഒരു വെസലിൻ്റെ ഷേപ്പും എല്ലാം കൊണ്ടും അവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിരുന്നു ഈ ഒരു സെക്ഷനിൽ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും കൊക്കോമെലോണിലെ ക്യാരക്ടേഴ്സ് വരുന്നു എന്നും പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ആദ്യം വന്നത് ഈ ഒരു മൊട്ടസ്രാങ്കാണ്. ഇയാളുടെ പേരാണ് JJ. ആളുടെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ഇയാളുടെ പേര് പഠിച്ചത് കേട്ടോ. ഇയാളുടെ മാത്രമല്ല ഇവരുടെ 3 പേരുണ്ടായിരുന്നു. അവരുടെ 3 പേരുടെയും പേര് ഞാൻ ഇന്നാണ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് വരുന്ന ആളാണ് കോടി. ആളെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മൂന്നാമത്തെ ആൾ കയറി വന്നത്. അടുത്തായിട്ട് വരുന്ന ഈ ഒരു പെൺകുട്ടിയാണ് നീന. അപ്പോൾ ഇവർ 3 പേരുമായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സായിട്ട് അവിടെ വന്നിരുന്നത് കൊക്കോമെലോണിൻ്റെ. അപ്പോൾ അവരെ 3 പേരെ ഇങ്ങനെ നിരത്തി നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യാനും പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരം ഉണ്ടാകും എന്നും പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തു. അപ്പോൾ ആദ്യം ഡാൻസ് ആയിരുന്നു. അപ്പം കൊക്കോമെലോണിലെ തന്നെ വേറൊരു പാട്ടിട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാണ്.
എനിക്ക് ഈ ശിവുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ഡാൻസ് കളിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൾക്ക് നല്ല ഗ്രേസ് ഉണ്ട്. ആള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവരും ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സായിട്ട് ഇട്ടിരിക്കുന്നവർ നല്ല ബോഡി പെയിൻ ഉണ്ടാകും ആൾക്കാർക്ക്. അപ്പം അവരെ സമ്മതിക്കണം. ഇത്രയും നേരം അവർ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ശിവുവിനെയും അൻവീനെയും കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പോൾ അത് അവർ കോടിയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കൂ. കാരണം കൊക്കോമെലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളൊരു ജനറേഷനിലെ കുട്ടികളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാർട്ടൂണാണ്. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനെ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് അവർക്ക് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 1 മണിക്കൂറാണ് കുട്ടികളെ ഒരു സെക്ഷനിലെ കുട്ടികൾ, അതായത് ഒരു 15 പേരെ കയറ്റി കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് അവർക്ക് ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രീ അല്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 250 റുപ്പീസാണ്. സെൻട്രൽ സ്ക്വയർ മോളിൽ ഇനിയുള്ള 20 ദിവസങ്ങളിൽ ഈ ഒരു ഷോ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ലോട്ടായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആദ്യം തന്നെ ഹെൽപ്പ് ഡെസ്കിൽ പോയി ചോദിക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവർ ടൈം പറയും. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഈ ഷോയിലേക്ക് കയറ്റാം. കുട്ടികൾക്ക് ചെറിയൊരു ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടാണ് അവർ തിരിച്ചയക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.